സാർ, ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെ ഒഴിവാക്കില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത്. ഇപ്പോൾ യേശുദാസ്, മോഹൻലാൽ, ശിവമണി, ജയറാം തുടങ്ങിയവർ ഉൾപ്പെടെ പ്രശസ്തരായ അയ്യപ്പ ഭക്തരെ ക്ഷണിക്കുന്നുണ്ട്. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പരിപാടിയെ ക്ഷണിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് പതിവായി ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്ന് ശബരിമല വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അപ്പം മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി എത്തുന്ന 500 ഭക്തരെ ക്ഷണിക്കാനുള്ള തീരുമാനമുണ്ട്. ശബരിമല വിശ്വാസവും ആചാരവും പാലിക്കുന്ന ഒരാളെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ശബരിമലയ്ക്ക് വളരെ പോസിറ്റീവായി ഒരു ഇതിലേക്ക് എത്തുകയാണ്. കാരണം കുറേയേറെ വിവാദങ്ങൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ സർക്കാർ അതിൽ ഒരു വ്യക്തത വരുത്തുകയും പിന്നീട് അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ തികച്ചും നല്ല രീതിയിലുള്ളൊരു ദർശനം സാധ്യമാക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ തവണത്തെ മണ്ഡല മകരവിളക്ക് കാലങ്ങൾ സമാപിച്ചത്. അപ്പോൾ ഇത്തവണയും ഇനിയിപ്പോൾ നവംബറിൽ ഒക്കെ ആകുമ്പോൾ തുടങ്ങുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഒരു നല്ലൊരു അയ്യപ്പ ദർശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാനും ഒപ്പം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും ഒരു വളരെ മനോഹരമായ വിപുലമായ രീതിയിലുള്ള ചില പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഈ ശബരിമലയിലെ ദർശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരവധി നിർദ്ദേശങ്ങളും വിധികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല ദർശനത്തിനുള്ള ക്യൂ സംവിധാനത്തിൽ അനധികൃതമായിട്ടുള്ള ഇടപെടൽ, അതുപോലെ തന്നെ നടയിൽ നിന്ന് തൊഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭഗവത് ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ ഈ തരത്തിൽ ശബരിമലയിൽ പൂജ നടക്കുമ്പോൾ അല്ലെങ്കിൽ ദീപാരാധന സമയത്ത് അതല്ലെങ്കിൽ നട തുറക്കുന്നതോ അടയ്ക്കുന്നതോ ആയ സമയങ്ങളിലൊക്കെ അവിടെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാർക്കപ്പുറത്ത് അവിടെ സ്ഥിരമായി നിന്ന് ദർശനം നടത്താനോ അതല്ലെങ്കിൽ ക്രമം തെറ്റിച്ചുകൊണ്ട് ദർശനം നടത്താനോ ഒക്കെയുള്ള എല്ലാ ശ്രമങ്ങളെയും കോടതികൾ കാലാകാലങ്ങളിൽ ഇടപെട്ട് തടയുകയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഒരു ശ്രമവുമായി വന്നിട്ടുള്ളത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ആരെങ്കിലും എതിരാണോ? ആരും എതിരല്ല. ആരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ശബരിമലയുടെ പൊതുവായിട്ടുള്ള വികസനത്തിനാണെങ്കിലും ശബരിമലയിലെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതികളുടെ അടിസ്ഥാനത്തിലുള്ള വികസനത്തിനാണെങ്കിലും ഒക്കെ ഭക്തരുടെ പങ്കാളിത്തത്തോടു കൂടി അത് അവരുടെ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ അതിനുവേണ്ടി പ്രചരണം നടത്തുന്നതിനും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനുമൊക്കെ ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെങ്കിലും ഭക്തന്മാരാണെങ്കിലും ഇപ്പോൾ ശബരിമലയിൽ അതിൻ്റെ ഏതൊരു നടപടി ചെയ്യുന്നതിനും ഒരാളും എതിർക്കില്ല, ഒരു സംഘടനയും എതിർക്കില്ല, ആരും എതിർക്കുന്നില്ല. പക്ഷെ അവിടെയുള്ളത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിൽ കാണുന്നു എന്നുള്ള പൊതുപ്രചരണം വന്നപ്പോഴാണ് ഇത് വിവാദമാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഉദാഹരണത്തിന് MK സ്റ്റാലിൻ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ DMK-യുടെ നേതാക്കന്മാരും, അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നിട്ടുള്ളത്. എന്താണ് DMK നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള നിലപാട്, അവരുടെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യത്തിലാണെങ്കിലും MK സ്റ്റാലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ ഹൈന്ദവ ആചാരങ്ങളോട് തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നിലപാടുകൾ, ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസമുള്ള ആളെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കുന്നതും പ്രതിഷേധമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനകൾ സുപ്രീം കോടതി വരെ പരിശോധിച്ചതാണ്. അപ്പോൾ ആ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്ന് നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ശക്തമായിട്ടുള്ള വിഭജനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാരാണ് ഇവരെല്ലാവരും. അങ്ങനെയുള്ള പാർട്ടിയാണ്. അവിടെ നിന്ന് മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം വരുന്നതിന് ആരും എതിർക്കില്ല. പക്ഷേ സ്റ്റാലിൻ എന്നുള്ള വ്യക്തി ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുഴുവൻ തന്നെ തള്ളിപ്പറയുകയും എതിർക്കുകയും അതിനെല്ലാം പരിഹസിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് എന്നുള്ളതാണ്. അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ ശബരിമല പ്രശ്നത്തിൽ ഈ സർക്കാർ എടുത്ത നിലപാട്, ദേവസ്വം ബോർഡ് എടുത്ത നിലപാട്, അതെല്ലാം ഭക്തരുടെ വികാരത്തെ ഹനിക്കുന്നതായിരുന്നു. ശബരിമല വിരുദ്ധമായിട്ടുള്ള, ശബരിമലയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളായിരുന്നു.
അപ്പോൾ ആ നിലപാടുകൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയും അത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ എത്രയാണ്? പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട്, വനിതാ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട്, യുവജന സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഭരണ സംവിധാനത്തിലിരിക്കുന്ന പാർട്ടിയുടെ അധികാരവും ശക്തിയും പാർട്ടിപരമായി ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ശ്രമം നടത്തിയവരാണ്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമല്ലാത്ത, വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിഷേധിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എത്രയോ ഭക്തന്മാർ കേസിൽപ്പെട്ടു, എത്രയോ ആയിരക്കണക്കിന് കേസുകളെടുത്തു, എത്ര ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് അതിക്രമത്തിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങളോളം ശബരിമല ഒരു കലാപകലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറ്റി. അതിനുശേഷം അവിടെ അയ്യപ്പ സംഗമം നടത്തി അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുന്നതിന് ശ്രമിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഇന്നലെയും മിനിങ്ങാന്നുമെല്ലാമായി പുറത്തു വന്നിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകളും ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നോക്കുമ്പോൾ 1 ലക്ഷം കൊടുത്താൽ, 10 ലക്ഷം കൊടുത്താൽ, 1 കോടി കൊടുത്താൽ, 3 കോടി കൊടുത്താൽ, പണം കൊടുത്താൽ ദർശനം സുഗമമാക്കാൻ കഴിയുന്ന ടോക്കൺ വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. പണം കൊടുക്കുന്ന ആളുകൾക്ക് താമസത്തിനും ദർശനത്തിനും സൗകര്യമൊരുക്കാനും വേണ്ടിയിട്ടുള്ള ടോക്കൺ സംവിധാനം, കാർഡ് സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ശബരിമലയിൽ കെട്ടുകേൾവിയില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു ഭക്തനെ സംബന്ധിച്ചും സ്വതന്ത്രമായി അവിടെ ദർശനം നടത്താനും അഭിഷേകം ചെയ്യാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള സാഹചര്യത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധികളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഹൈക്കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പാർക്കിങ്ങിൻ്റെ കാര്യം മുതൽ, പാർക്കിംഗ് എവിടെ ചെയ്യണമെന്നുള്ള കാര്യം മുതൽ. ഉദാഹരണത്തിന് സർക്കാരിൻ്റെ സംവിധാനമായിട്ടുള്ള ഭാഗമായിട്ടുള്ള KICBയുടെ സ്ഥലം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലങ്ങൾ, ഇവിടെയൊന്നും പാർക്കിംഗ് അനുവദിക്കുന്നില്ല. അപ്പോൾ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബേസിക് ഫെസിലിറ്റീസ് അത് നൽകുന്ന വിഷയങ്ങളിൽ ഒക്കെ കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ കോടതി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരും അതിൽ ബാധ്യസ്ഥരാണ് അത് നടപ്പാക്കാൻ. സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ ഉദാഹരണത്തിന് നിലയ്ക്കൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടെയെല്ലാം VIP പരിഗണന കൊടുക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൽ VIP പരിഗണന, ദർശനത്തിൽ VIP പരിഗണന, അവർക്കതിനുശേഷം പ്രസാദ വിതരണത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന. ഈ തരത്തിൽ ഒരു VIP സംസ്കാരം ദർശനത്തിൽ കൊണ്ടുവന്ന് ഇതിനെ കച്ചവടവൽക്കരിച്ച് വ്യവസായവൽക്കരിച്ച് ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സാധാരണ ഭക്തരിൽ നിന്ന് വേറിട്ട് മാറ്റിക്കൊണ്ടുപോയി ഇതൊരു മറ്റൊരു കേന്ദ്രമാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഭക്തർ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി അടക്കമുള്ള സംവിധാനങ്ങളുടെ സ്ക്രൂട്ടനിക്ക് വിധേയമാകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല.